ലൈറ്റായിട്ട് എന്തുണ്ടാ? ലൈറ്റായിട്ട് ഒന്നുമില്ലേ? മുറുക്കുണ്ട്, നല്ല വടകര മുറുക്ക്. എന്നാ പിന്നെ ഒന്ന് മുറുക്കാം. ഓ എന്നാ 2 മുറുക്ക് എടുത്തോട്ടോ. ആയിക്കോട്ടെ. രണ്ട് പേര്. എന്താണ് സാർ? 2 കൊലപാതകങ്ങൾ, ചുവരിൽ അസ്ത്രചിഹ്നം. അതിനർത്ഥം അവരുടെ അടുത്ത മൂവ്മെൻ്റ് ഉടനെ ഉണ്ടാവും. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും സാർ? ആ അസ്ത്രചിഹ്നം സൂചിപ്പിക്കുന്നത് അതാണ് ഫിറോസെ. ഞാൻ ഇതുവരെ അന്വേഷിച്ചിടത്തോളം അങ്ങനെ അച്ഛൻ്റെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്കായിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. ബട്ട് സംതിങ് ഇസ് റോങ്. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല സർ, അച്ഛൻ്റേതായാലും അമ്മയുടേതായാലും ഫാമിലീസ് ഞങ്ങളെല്ലാവരും ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞത്. അനീഷ്, അച്ഛനോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും മനുഷ്യനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ. എൻ്റെ അച്ഛനെ കൊന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം സർ. ഈ പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞാനും കണ്ടതാണോ? എനിക്കറിയേണ്ടത് നിങ്ങൾ പുതുതായി കണ്ടെത്തിയ എവിഡൻസ് ആണ്. സാർ, ഈ ആക്രമിക്കപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ ശിവദാസൻ നായരുടെയും ബാക്കിയുള്ളവരുടെയും മൊഴി കണക്കിലെടുക്കാൻ ഏകദേശം ഒരു 8-9 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ മഹാദേവൻ്റെയും മർഡറിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണ്. പക്ഷേ ഈ 2 മർഡറിന് അവർ ഉപയോഗിച്ചേക്കുന്ന ആയുധം 2 സാർ, മഹാദേവനെ കൊല്ലാൻ ഉപയോഗിച്ചേക്കുന്നത് ബിയർ ബോട്ടിൽ പോലുള്ള കുപ്പിയാണെങ്കിൽ SI ബാബുരാജനെ കൊല്ലാൻ ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ തന്നെ സ്റ്റേഷനിലെ 303 റൈഫലിന്റെ നൈഫ് ഉപയോഗിച്ചാണ്. സാർ, എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ഈ 2 ബോഡികളും അതിക്രൂരമായി വെട്ടി വികൃതമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള മോട്ടീവ്? സാർ, നാടൻ ഭാഷയെ പറഞ്ഞ കൊടും പക, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ആ 2 ബോഡിയിലുണ്ട്. സാർ, ഈ 2 ഓഫീസർമാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ വ്യക്തമായിട്ട് ചെക്ക് ചെയ്ത അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും റിപ്പോർട്ട് പ്രകാരം ഒരു മോശമായിട്ടുള്ള പരാമർശമോ അല്ലെങ്കിൽ പറയത്തക്ക ശത്രുക്കളോ ഒന്നുമില്ല. താൻ എന്താ പറഞ്ഞു വരുന്നത്? സാർ, അതൊരു പ്ലാൻഡ് മർഡറാണ്. പ്രത്യേക ശൈലിയൊന്നും ഫോളോ ചെയ്യാതെ, ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നമ്മുടെ എല്ലാ അന്വേഷണത്തിനെ വഴിതെറ്റിച്ചുള്ള ഒരു വെൽ പ്ലാൻഡ് ഗ്യാങ് മൂവ്മെന്റ്. സ്ട്രോങ് വെപ്പൺസ് ഒന്നും ഇല്ലാതെ 2 കൊലപാതകങ്ങൾ, അത് ഓഫീസേഴ്സ് റാങ്കിലുള്ള 2 പോലീസുകാർ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് സാർ. അതെ, ഇയാൾ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ജോഷി. സാർ, കിട്ടിയ തെളിവ് വെച്ച് നമുക്കിത് വിശ്വസിച്ചേ പറ്റൂ സാർ. പിന്നെ ഇൻവെസ്റ്റിഗേഷനെ കുഴപ്പിക്കുന്ന വേറൊരു കാര്യം, ഈ കൊല്ലപ്പെട്ട 2 പേരും 2 ഡിപ്പാർട്ട്മെന്റിലാണെന്നുള്ളതാണ്. ഒരാള് സ്ഥലം SIയും മറ്റേയാൾ ഫോറസ്റ്റ് ഓഫീസർ. ഇതാണോ സാറേ വലിയ ഇൻവെസ്റ്റിഗേഷൻ? ഇതിൽ നന്നായിട്ട് സാധാ പോലീസുകാർ ചെയ്യുമല്ലോ. സാർ, അങ്ങനെ ചുമ്മാ ചിരിച്ച് തള്ളണ്ട സാർ. ഈ 2 കൊലപാതകം തമ്മിൽ കൂട്ടിയിണക്കുന്ന, ഇതുവരെ പുറം ലോകം അറിയാത്ത എന്തോ ഒരു കാര്യം ഇതിനൊപ്പം നടന്നിട്ടുണ്ട്. ഐ ആം ഡാം ഷുവർ.
ചേച്ചി ചേച്ചി എത്ര നേരായി വന്നിട്ട് അവിടെ മുരുകൻ കിച്ചറിന് വന്നിട്ടുണ്ട്. വാ വേഗം വാ. നിങ്ങളിതെങ്ങോട്ട് പോയതാ? കൊമ്പനുള്ള കാട അറിയാലോ. ഒറ്റക്കൊമ്പനല്ല ഇരട്ടക്കൊമ്പനൊന്നല്ലോ. തമാശ. മണ്ണ് മാറ്റാത്ത പിള്ളേരെ പഞ്ചാര കുറവാ. എന്താടാ മുരുക നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ലൊക്കെ നേരത്തെ നൈറ്റ് തൂങ്കല. വല്ല പേക്കിനാവും കണ്ടു കാണും. ഏയ് ഓടി. ഇത് അടിവാരത്തെത്തിക്കാനോ അതോ? തൽക്കാലം നിങ്ങളിത് പനമരത്തെത്തിച്ചാൽ മതി. അടിവാരത്തേക്ക് പിന്നെ ആവാം. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിഴക്ക് ഭാഗത്ത് നല്ലൊരു തേൻകൂട് ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. അടിവാരത്തെത്തിക്കാനുള്ള തേന് അതിന്ന് കിട്ടും. ഇന്ന് രാവിലെ എത്തിയോ? അതവിടെ വെക്കടേ. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. മോളെ, ഞാൻ കുറച്ച് അരിയും മറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. നീ നമ്മുടെ മാരനെ ഒന്ന് കൊടുത്തിട്ട് വാ. ചെല്ലേ. പറയൂ സാർ. ആ സ്റ്റേഷനിലേക്കാരുടെ ഫുൾ ടൈം കറക്കാണ്. സ്റ്റേഷനിൽ മാത്രം കുത്തിയിരുന്നുകൊണ്ട് കേസ് അന്വേഷിക്കാൻ പറ്റും സാർ. അങ്ങനെ സാറേ, ഞാനിപ്പോൾ സ്റ്റേഷനിലെത്തും. പറഞ്ഞോ. ഐബിയുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. കേരളത്തിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച് മാവോ മൂവ്മെന്റിന് സാധ്യതയുണ്ട് സാർ. അതുകൊണ്ട് താനൊരു കാര്യം തണ്ടർബോൾട്ട് കമാൻഡർ ഓഫീസറെ കോൺടാക്ട് ചെയ്ത് ആ വൈത്തിരി ഭാഗത്ത് ഒരു സെർച്ച് പ്ലാൻ ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ വൈത്തിരിവായ. ഓക്കെ.
എന്തായാലും സാർ ഇടിച്ച് ഇഞ്ച പരുവാക്കിയിട്ടും ഒറ്റ ഒരുക്കുന്ന ഒരു അക്ഷരം ഉണ്ടെന്നില്ല സാർ. ഒരു രക്ഷയില്ലേ? അവിടെ വിളിക്കുന്നുണ്ട്. സാർ. എടോ, ഡെവലപ്മെന്റ് വല്ലതും ഉണ്ടോ? സാറേ, ഞങ്ങൾ മാറ്റി നിർത്തി ഇഞ്ച പരുവാക്കി ചോദിച്ചിട്ട് അവന്മാരൊന്നും വേണ്ടല്ല സാർ. അവന്മാര് കർണാടകത്തിലോട്ട് ചാടാൻ നോക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പെട്ടത്. അതിൽ 4 ഇഞ്ചോർഡുമായി, ഒരെണ്ണം ഇത്തിരി സീരിയസ്ലി ഇഞ്ചോർഡാണ് ഫയർ ചെയ്തിട്ട്. 2 രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷപ്പെട്ടവർ എന്തായാലും അതിർത്തി കടക്കാൻ സാധ്യതയില്ല. ആദിവാസി കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ അന്വേഷണം. സാർ. ആരും രക്ഷപ്പെടില്ല, മനസ്സിലായല്ലോ സാർ. പിന്നീട് ഇപ്പോ പിടിയിൽ അവർ സമ്മതിച്ചാലില്ലെങ്കിൽ മഹാദേവന്റെയും ബാബുരാജിന്റെയും കൊലയ്ക്ക് പിന്നിൽ ഇവരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സാർ, സാർ അത് വേണോ? വേണോ? ഇനി യഥാർത്ഥ കൊലയാളെ കിട്ടിയാലും ഇല്ലെങ്കിലും തൽക്കാലം ഈ കേസ് ഡയറി ക്ലോസ് ചെയ്യാനോ ഒരു തലവേദന ഒഴിയട്ടോ പണ്ടാരോ. ഓ, எதுக்குடா அவசரப்படுற? எனக்கு தெரியும் இன்னைக்கு வேலையில நாளைக்கு தான் இருக்குன்னு. அண்ணா என்கிட்ட சொன்னாங்க. என்னடா உனக்கு ஒரு சந்தேகம்? டேய், தண்ணி உனக்கு பயமா? நீ குளிக்கவே மாட்ட? പോടാ. நான் போறேன். എത്രക്കാ? 20 അന്നാളാ. ആ, അങ്ങനെ സംശയിക്കുന്ന രീതിയിൽ ആരും ഊരിലേക്ക് വന്നിട്ടില്ല സാർ. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും പുതുതായിട്ട് ഊരിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ സ്റ്റേഷനിൽ ഇവർ അറിയിക്കണം. കാര്യം ഈ അടുത്ത് 2 ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കണം. അത് ചെയ്തത് നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. അവരോട് നിങ്ങൾ ആരെങ്കിലും സഹകരിച്ചു എന്ന് അറിഞ്ഞാൽ അത് സർക്കാരിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ കുഴപ്പം നിങ്ങളുടെ ഈ ഊരിനാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താടോ? ഇവിടെ ഒന്നും ആരുമില്ല സാർ. ഓ, ആരോടോ ഇത്? എൻ്റെ കൂടെ തേനെടുക്കാൻ വരുന്നവരാ. എന്താണ് സാർ? ഓടോ സാർ. ടയർ പൊട്ടിയതാണ് മാഡം. വാട്ട്? Madam, don't panic.
ഫോഴ്സ് ഇപ്പം തന്നെ അവിടെ എത്തും. ഓക്കെ. ഹലോ, എന്താടോ? സാർ ഒരു അനോണിമസ് കോളാണ്. ഒരു മെസ്സേജ് ഉണ്ടെന്ന്. സാർ